സ്റ്റുഡൻസ്, ക്യൂബിറ്റ് SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഷ്യൻ്റ് ഇന്ത്യയിലെ വേദിക് കൾച്ചറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യയിലെ ഹാരപ്പൻ കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇന്ത്യയിൽ തന്നെ മറ്റൊരു പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്കാരമാണ് വേദിക് കൾച്ചർ എന്ന് പറയുന്നത്. സിന്ധു നദീതട സംസ്കാരം കഴിഞ്ഞിട്ട് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കൾച്ചറാണ് വേദിക് കൾച്ചർ അല്ലെങ്കിൽ വൈദിക സംസ്കാരം എന്ന് പറയുന്നത്. ഇനി എന്നാണ് വേദിക് കൾച്ചർ വരുന്നത് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്താണ്? ഏകദേശം 1500 BC ടു 600 BC വരെയുള്ള കാലഘട്ടത്താണ് ഇന്ത്യയിൽ വേദിക് കൾച്ചർ കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു വേദിക് കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാകുന്നത് ആ കാലഘട്ടത്തെ ലിറ്ററേച്ചർ വർക്ക്സിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ആ കാലഘട്ടത്തിനെ കുറിച്ചിട്ടും അവരുടെ സംസ്കാരത്തെ കുറിച്ചിട്ടും സമൂഹത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു വേദിക് കൾച്ചർ വന്നത് അല്ലെങ്കിൽ വേദിക് സമൂഹത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എവിടെ നിന്നാണ് അവർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അനുമാനിക്കുന്നത് എന്താ വെച്ചാൽ ആര്യൻസ് വരുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ്. സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആര്യൻസ് അല്ലെങ്കിൽ വേദിക് കൾച്ചറിലെ പീപ്പിൾസ് എന്ന് പറയുന്നത്. ഈ വേദിക് കൾച്ചറിലെ പീപ്പിൾസിനെ നമ്മൾ പറയുന്നതാണ് ആര്യൻസ് എന്ന്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഏകദേശം 2000 BC ടു 1500 BC അടുത്താണ് അവർ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഓക്കെ, കൂടാതെ തന്നെ അവർ എങ്ങോട്ടാണ് കുടിയേറിയത്? സപ്തസിന്ധു അല്ലെ, സപ്തസിന്ധു താഴ്വരയിലാണ് അവർ ആദ്യമായിട്ട് അധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. They lived here from many centuries and gradually pushed into the interior to settle in the valley of the Gangas and Yamunas. അപ്പോൾ പിന്നീട് ഈ ഒരു സപ്തസിന്ധുവിൽ നിന്നും അവർ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് ഗ്രാജുവലി നീങ്ങുകയാണ്? അവർ ഗംഗാസ് ആൻഡ് യമുന വാലിയുടെ തീരങ്ങളിലേക്ക് അവർ നീങ്ങുകയാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ് ഈ ഒരു വേദിക് കൾച്ചറിലെ പീപ്പിൾസിനെ കുറിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചർ വർക്കിൽ നിന്നാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇത് എഴുതിയത് അല്ലെങ്കിൽ ഇത് സമാഹരിക്കപ്പെട്ടത് ഏകദേശം 1500-600 BC അടുത്തെന്നാണ് നമ്മൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിലുള്ളത്. കൂടാതെ തന്നെ ഇവ ഏറ്റവും പ്രധാനമായിട്ടും 4 വേദിക് ലിറ്ററേച്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സംഹിതാസ് ഓർ വേദാസ് ആണ്. അപ്പോൾ ഈ ഒരു വേദിക് കൾച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വേദാസ് അല്ലെങ്കിൽ സംഹിതാസ് എന്ന് പറയുന്നത്. ഇനി ദ ബ്രാഹ്മണാസ് എന്ന് പറയുന്നുണ്ട്, ദ അരണ്യകാസ് ആൻഡ് ദ ഉപനിഷത്തുകൾ. ഓക്കെ, ഇനി ഈ വേദിക് ലിറ്ററേച്ചറുകൾ എങ്ങനെയാണ് വളർന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടോടി പാരമ്പര്യങ്ങളായിട്ട് അവർ ജനറേഷൻ ടു ജനറേഷനിൽ അല്ലേ അവരുടെ പരമ്പരാഗതമായിട്ട് അവർ കൈമാറി പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ ശ്രുതി എന്ന് വിളിക്കുന്നു. എന്താണ് ശ്രുതി എന്ന് വിളിക്കുന്നു? കാരണം എന്താ, അവരെങ്ങനെയാണ് ഇത് ഇങ്ങനെ അവർ എഴുതപ്പെടുന്നത് എങ്ങനെ ലേറ്റർ വേദിക് കാലഘട്ടത്താണ്. എന്നാൽ അവർ എന്താ പരമ്പരാഗതമായിട്ട് അവർ പറഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഈ വേദിക് കൾച്ചർ അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചർ വർക്കുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് വിളിക്കുന്നു? ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ വർക്കാണ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. വേദിക് ലിറ്ററേച്ചർ ഇവ പ്രധാനമായിട്ടും ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നോക്കാം, എന്താണ് ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ഓക്കെ, ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 3 വേദാസിനെ നമ്മൾ പറയുന്നു വേദ3 എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 3 വേദാസിനെ നമ്മൾ വേദ3 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, 3 വേദാസ് എന്നും പറയാം. ഇനി ദ ഋഗ്വേദ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് ടെസ്റ്റ്മെന്റ് ഓഫ് മാൻകൈൻഡ്. ഋഗ്വേദയെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഋഗ്വേദ അറിയപ്പെടുന്നത് മനുഷ്യരാശിയുടെ ആദ്യ നിയമസംഹിത എന്ന രീതിയിലാണ് ഋഗ്വേദയെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഋഗ്വേദയെ പ്രധാനമായിട്ടും 10 മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെ 2ാമത്തെയും 7ാമത്തെയും മണ്ഡലാസിനെയാണ് ഗോത്ര അല്ലെങ്കിൽ വംശ മണ്ഡലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഋഗ്വേദയെ എത്ര മണ്ഡലങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്? 10 മണ്ഡലങ്ങളായി വിഭജിക്കുന്നുണ്ട്. അവയിലെ 2ാമത്തെയും 7ാമത്തെയും മണ്ഡലങ്ങളെ വിളിക്കുന്നതാണ് വംശ മണ്ഡലാസ് അല്ലെങ്കിൽ ഗോത്ര മണ്ഡലാസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ 10ാമത്തെ
വർണ്ണാസിനെ എന്ന് പറയുന്നു പുരുഷ സൂക്ത എന്ന് പറയുന്നു. പുരുഷ സൂക്ത. ഈ പുരുഷ സൂക്തയിലാണ് 4 വർണ്ണാസിനെ എന്ത് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് 4 വർണ്ണാസിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, നിറം എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് വർണ്ണ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എങ്ങനെയൊക്കെയാണ്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. അപ്പോൾ ഈ ഒരു വർണ്ണ സിസ്റ്റത്തിൽ നിന്നാണ് പിന്നെ ജാതീയതൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു വർണ്ണ സിസ്റ്റത്തെ കുറിച്ചിട്ട് പറയുന്നത് ഏത് വർക്കിലാണ്, പുരുഷ സൂക്തയിലാണ് അല്ലേ. 10ാമത്തെ മണ്ഡലമായ ഋഗ്വേദയിലെ 10ാമത്തെ മണ്ഡലമായിട്ടുള്ള പുരുഷ സൂക്തയിലാണ് ഈ 4 വർണ്ണത്തെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഇതിലെ സാമവേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് ഓഫ് ചാൻസ് ആണ് അല്ലേ. എന്താണ്, വചനങ്ങളുടെ അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ ഒക്കെ ഒരു ടെക്സ്റ്റ് ആണ് എന്ത്, സാമവേദ എന്ന് പറയുന്നത്. ഇനി യജുർവേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സാക്രിഫൈസ് പ്രേയേഴ്സുകളാണ് എന്തിൽ ഉൾക്കൊള്ളുന്നത്, യജുർവേദയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി ഈ യജുർവേദയെ പ്രധാനമായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അവയാണ് കൃഷ്ണ യജുർവേദ ആൻഡ് ശുക്ല യജുർവേദ. അപ്പോൾ യജുർവേദയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്, കൃഷ്ണ യജുർവേദ ആൻഡ് ശുക്ല യജുർവേദ. ഇനി അഥർവവേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്ത്രിക വിദ്യയുടെ അല്ലെങ്കിൽ മാജിക്കൽ ഫോർമുലേസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ബുക്കാണ് എന്ത്, അഥർവവേദ എന്ന് പറയുന്നത്. ഇനി ബ്രാഹ്മണാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ബ്രാഹ്മണാസ് എക്സ്പ്ലെയിൻ ദ ഹൈംസ് ഓഫ് ദ വേദാസ്. വേദാസിലെ ഹൈംസുകളെ എക്സ്പ്ലെയിൻ വിവരിക്കുന്നതിനെയാണ് ബ്രാഹ്മണാസ് ഉൾക്കൊള്ളുന്നത്. ഇവിടെ ഇനി അരണ്യകാസ് ആർ ദ കൺക്ലൂഡിംഗ് പോർഷൻ ഓഫ് ബ്രാഹ്മണാസ്. അപ്പോൾ ഈ ബ്രാഹ്മണാസിലെ അരണ്യകാസ് എന്നുള്ള ഒരു പോർഷൻ എന്താണ്, അത് ബ്രാഹ്മണാസിന്റെ കൺക്ലൂഡിംഗ് അല്ലെങ്കിൽ കൺക്ലൂഡിംഗ് പോർഷൻ ആണ് അരണ്യകാസ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി അവസാനത്തെ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആണ്, തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഉപനിഷത്തുകളിൽ ഉൾക്കൊള്ളുന്നത്. ഇനി they are generally called വേദാന്ത. അപ്പോൾ ഈ ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റിനെ എന്തും കൂടി പറയുന്നു, വേദാന്താസ് എന്ന് പറയുന്നു. എന്താണ്, വേദാന്താസ് എന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ബൃഹദാരണ്യക വേദയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഉപനിഷത്ത് എന്ന് പറയുന്നത്. എന്താണ്, ബൃഹദാരണ്യക ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഉപനിഷത്ത്. ഓക്കെ. ഇനി പ്രധാനമായിട്ടും ഏകദേശം 600 BC to 600 AD രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് ലിറ്റററി വേദിക് ട്രഡീഷൻസുകളുണ്ട്. അതിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവയാണ് അതിൽ 6 പ്രധാനപ്പെട്ടിട്ടുള്ള ലിറ്റററി വർക്കുകളാണുള്ളത്. വേദാംഗാസ്, സ്മൃതീസ്, ധർമ്മശാസ്ത്രാസ്, മഹാകാവ്യാസ്, പുരാണാസ്, ഉപവേദാസ് ആൻഡ് ഷഡ്ദർശനാസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 6 ലിറ്റററി വർക്കുകൾ. അപ്പോൾ ഇവിടെ വേദാംഗാസിനെ നോക്കുകയാണെങ്കിൽ വേദാംഗാസിനെ പ്രധാനമായിട്ടും 6ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശിക്ഷയാണ്. ശിക്ഷയിൽ ഉൾക്കൊള്ളുന്ന എന്താണ് ശിക്ഷ, അത് ഫോണിറ്റിക്സ് ആണ്. എന്താണ് അതിൽ, ഫോണിറ്റിക്സ് ആണ് ശിക്ഷയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി കൽപ്പ അല്ലെങ്കിൽ കൽപ്പസൂത്രാസ് എന്ന് പറയുന്നത് റിച്വൽസിനെ അല്ലെങ്കിൽ ആചാരങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ കൽപ്പസൂത്രയിൽ പറയുന്നത്. ഇവിടെ ഇനി വ്യാകരണാസ് ഉണ്ട്. വ്യാകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമേഴ്സുകൾ അല്ലേ, ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. അത് എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്, ഗ്രാമേഴ്സുകളാണ് ഉൾക്കൊള്ളുന്നത്. ഇനി നിരുക്ത എന്ന് പറഞ്ഞാൽ എറ്റിമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഭാഷാശാസ്ത്രമാണ്. ഒരു വേർഡിൻ്റെ ഉത്ഭവം, ഒറിജിൻ ഓഫ് എ വേർഡ്, അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് എറ്റിമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രശാഖ. അത് ഈ നിരുക്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എറ്റിമോളജിയാണ്. ഇനി ചാന്ത എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ, അളവുകളെ കുറിച്ചിട്ടാണ് ചാന്ത ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്നത്. ഇനി ജ്യോതിഷ എന്താണ്, അസ്ട്രോണമി അല്ലേ, അസ്ട്രോണമിയെ കുറിച്ചിട്ടാണ് ജ്യോതിഷ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലിറ്റററി വർക്ക്. അതിലാണ് കൂടുതലായിട്ടും ജ്യോതിഷത്തെക്കുറിച്ചും ജ്യോതിശാസ്ത്രത്തെ കുറിച്ചിട്ടൊക്കെയാണ് ജ്യോതിഷ എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്റററി വർക്കുകൾ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ടും മഹാകാവ്യസിനെ കുറിച്ചിട്ടാണ്. എപ്പിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള എപ്പിക്സ് ആണുള്ളത്. ഒന്ന് രാമായണ ആൻഡ് മഹാഭാരത. രാമായണ രചിച്ചത് വാൽമീകിയാണ്, മഹാഭാരത വേദവ്യാസ. അപ്പോൾ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 2 മഹാകാവ്യംസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പുരാണത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും 18 ഫേമസ് ആയിട്ടുള്ള പുരാണാസ് ഉണ്ട്. അതിൽ ഏറ്റവും
ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പഴയ പുരാണമാണ് എന്ത് മത്സ്യപുരാണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരാണൻസിൽ പ്രധാനമായിട്ടും 18 പുരാണാസ് ഉണ്ട്. അതിലെ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് പുരാണിക് ടെക്സ്റ്റ് ആണ് എന്ത് മത്സ്യപുരാണ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പുരാണ എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ കാലഘട്ടത്തിലെ ഡൈനാസ്റ്റികളെ കുറിച്ച്, സാമ്രാജ്യത്തെ കുറിച്ചിട്ടും കൂടാതെ തന്നെ ആ കാലഘട്ടത്തെ രാജാവിനെ കുറിച്ചിട്ട്, അവരുടെ കൊട്ടാരങ്ങളെ കുറിച്ചിട്ട്, അതിനൊക്കെ കുറിച്ചിട്ടൊക്കെയാണ് ആ കാലഘട്ടത്തെ പുരാണാസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു വേദിക് കൾച്ചറിൻ്റെ ജിയോഗ്രഫിക് ഏരിയ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ഏരിയയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഇവരെ ഏരിയയെ കുറിച്ച് നമ്മൾക്ക് കൂടുതലായിട്ടും അറിയാൻ കഴിയുന്നത് ഇവിടുത്തെ ലിറ്റററി വർക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഋഗ്വേദിൽ നിന്നാണ് വേദിക് കാലഘട്ടത്തെ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഒരു വാറിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ കുറിച്ചിട്ട് ഋഗ്വേദം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ദശരഥൻ വാർ എന്ന് പറയുന്നത്, 10 രാജാക്കന്മാരുടെ ബാറ്റിൽ അല്ലെങ്കിൽ വാർ എന്ന് പറയുന്നത്. ഇതിൽ ആ കാലഘട്ടത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള പല കിങ്സിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പുരൂസ്, യദൂസ്, തുർവാസാസ്, അനൂസ്, ദൃശ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡംസിനെ കുറിച്ചിട്ട് ആ ഒരു കാലഘട്ടത്തെ കിങ്ഡംസ് അല്ല, സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട് ആ കാലഘട്ടത്തെ ഈ ഋഗ്വേദയിൽ ഈ ദശരഥൻ വാറിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ പൊളിറ്റി എന്താണ്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഋഗ്വേദിക് കാലഘട്ടത്തെ പൊളിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും അടിസ്ഥാനപരമായ ഋഗ്വേദിക് സൊസൈറ്റിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് കുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി, അല്ലേ? കുടുംബമാണ് ഋഗ്വേദിക് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് കുല എന്ന് പറയുന്നത്. ഈ കുലയുടെ ഹെഡിനെയാണ് നമ്മൾ കുലപ്പ എന്ന് പറയും. എന്താണ് കുലപ്പ? ഓക്കെ, കുലപ്പ എന്ന് പറയും. ഓക്കെ, ശരി. ഇവിടെ കുറേ കുലങ്ങൾ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? ഒരു ഗ്രാമം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വേറെയുണ്ട് വിസ്, ജന ആൻഡ് രാഷ്ട്ര. ഇതും ഈ ഒരു കാലഘട്ടത്തിലെ ഋഗ്വേദിക് സൊസൈറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വിസും ജനയും എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എ ഗ്രൂപ്പ് ഓഫ് കുല ഫോംഡ് ഗ്രാമം. ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് കുല മൊത്തത്തിൽ എന്തായിട്ട് മാറുന്നു? ഗ്രാമം, വില്ലേജ് ആയിട്ട് മാറുന്നു. ഇനി റിഗാർഡിംഗ് ദ ഫോം ഓഫ് ഗവൺമെന്റ്, എന്തായിരുന്നു അവിടുത്തെ ഒരു ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു ഋഗ്വേദിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടാതെ തന്നെ മൊണാർക്കിക്കൽ ആയിട്ടും നോൺ മൊണാർക്കിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്സുകൾ അല്ലെങ്കിൽ രാഷ്ട്രഭരണകൂടം എവിടെ ഉണ്ടായിരുന്നു? ഋഗ്വേദിക് കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ രാഷ്ട്ര എന്ന് പറഞ്ഞല്ലേ, മെയിനായിട്ടും രാഷ്ട്ര നമ്മൾ പറഞ്ഞു. ഈ രാഷ്ട്ര റൂൾ ചെയ്യുന്ന ആളുടെ പേരാണ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലവനാണ് എന്ത്? രാജൻ എന്ന് പറയുന്നു. രാഷ്ട്രത്തിൻ്റെ തലവനാണ് രാജൻ എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ തന്നെ ഈ ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരം എങ്ങനെയായിരിക്കും? ഹെറിഡിറ്ററി ആയിരിക്കും, അല്ലേ? ഹെറിഡിറ്ററി ആയിട്ടാണ് അവർ രാഷ്ട്രത്തിൻ്റെ തലവനെ സ്വീകരിക്കുക. ഇനി ഇവിടെ കുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കുലം ഫാമിലി, കുലപ്പയാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഗ്രാമത്തിൻ്റെ ഹെഡ് എന്ന് ഗ്രാമിണി എന്ന് പറഞ്ഞിട്ടുള്ള തലവനാണ്. വിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്ലാൻ ആണ് കേട്ടോ. അപ്പോൾ ഗോത്രമാണ് വിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിസ്പതിയാണ് ഇതിൻ്റെ ഹെഡ്. ഇവിടെ ജന എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾസ് ആണ്. ജന എന്ന് പറഞ്ഞാൽ കുറേ വിസ് ചേർന്നിട്ടുള്ളതാണ് ഒരു ജനയായിട്ട് മാറുക. അപ്പോൾ കുറേ ഗോത്രങ്ങൾ ചേർന്നിട്ടുള്ള ഒന്നാണ് ജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു ജനയുടെ ഹെഡ് എന്താണ്? ഗോബയാണ്. ഇനി രാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ്സിൻ്റെ ഹെഡ് എന്താണ്? രാജ്. ഓക്കെ, കൂടാതെ തന്നെ ഇവിടെ പുരോഹിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രാഹ്മണേഴ്സ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് വലിയൊരു റാങ്കിങ് ആണ്, അല്ലെങ്കിൽ അവർ ആ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിഭാഗമാണ് പുരോഹിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരാരൊക്കെയാണ്? കിങ്ങിൻ്റെ ഫ്രണ്ടും കിങ്ങിൻ്റെ ഫിലോസഫറും കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൈഡ് കൂടിയായിരിക്കും ആര്? ഈ പുരോഹിത് എന്ന് പറയുന്നത്. ഇവരാണ് പൂജാകർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യുക? ലീഡ് ചെയ്യുന്ന ആൾക്കാർ. കൂടാതെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സേനാനി എന്ന് പറയുന്നത്. സേനാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമി ചീഫാണ് എന്ത്? സേനാനി എന്ന് പറയുന്നത്. ഇനി ഗ്രാമിണി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാമിണി എന്താണ്? ഹെഡ് ഓഫ് വില്ലേജ്. ഇനി കിങ് ഹാഡ് റിലീജിയസ് ഡ്യൂട്ടീസ്. എന്തുണ്ട്? കിങ്ങിന്, ഈ ഒരു രാജാവിന് എന്തുകൂടി ഉണ്ട്? മതപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു.
കൂടാതെ തന്നെ എന്താണ് ഈ ഒരു സമൂഹത്തിലെ എന്തൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഓർഡേഴ്സുകൾ, നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനൊക്കെ ഉള്ള അവകാശം ആർക്കായിരുന്നു, അല്ലെങ്കിൽ അധികാരം ആർക്കായിരുന്നു? ആ കാലത്ത് കിങ്ങിനായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഋഗ്വേദി കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ല, ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അസംബ്ലികളാണ് എന്ത്? സഭ ആൻഡ് സമിതി ആൻഡ് വിധാത ഗണ എന്ന് പറയുന്നത്. എന്താണ്? സഭ, സമിതി, വിധാത, ഗണ. ഈ ഒരു 4 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വേദിക് കൾച്ചറിലെ അല്ലെങ്കിൽ ഈ ഋഗ്വേദിക് പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള 4 അസംബ്ലികളാണ് സഭ, സമിതി, വിധാത ആൻഡ് ഗണാസ് എന്ന് പറയുന്നത്. ഇവിടെ സഭ ആൻഡ് സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസുകളാണ്. ആ ഒരു കാലഘട്ടത്തെ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസുകളായിരുന്നു ഈ ഒരു എന്തിലുണ്ടായിരുന്ന സഭയിലും സമിതിയിലും ആയിട്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഭരണം നടത്തിയിരുന്നത് എന്ന് പറയാം. ഇനി ഋഗ്വേദിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പുരുഷ സൂക്തയിൽ എന്ത് പറയുന്നുണ്ട്? വർണ്ണാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായും ഈ ഒരു വർണ്ണ സിസ്റ്റത്തിലൂടെയാണ് ആര് പോകുന്നത്? ഈ ഒരു കാലഘട്ടത്ത് ഋഗ്വേദിക് സമൂഹം പോകുന്നത്. പക്ഷെ അതൊരിക്കലും ഭയങ്കര റിജിഡ് ആയിട്ടില്ല. അവർ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ത് പോയിരുന്നത്? ഈ ഒരു വർണ്ണ തിയറി പോയിരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം പോയിരുന്നത്. മറിച്ച് പിന്നെ കൂടാതെ തന്നെ അവരെ നിറം, ഈ വർണ്ണ എന്ന് പറഞ്ഞാൽ നിറം എന്നാണല്ലോ, അപ്പോൾ ഈ ആര്യൻസ് നിറത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അവർ കുറച്ചുകൂടി വെളുത്ത നിറമുള്ള ആൾക്കാരായിരുന്നു. കൂടാതെ തന്നെ അവിടെയുള്ള തദ്ദേശീയർ കുറച്ചുകൂടി ഇരുണ്ട നിറത്തിലുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫെയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല നിറമുള്ള ആൾക്കാരെ അവരെന്ത് ചെയ്തു? ഈ ഒരു സമൂഹത്തിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവരികയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഇവിടെ ബ്രാഹ്മണേഴ്സ്, ക്ഷത്രിയാസ്, വൈശ്യാർ ആൻഡ് ശൂദ്രാസ് ആണ്. ഇങ്ങനെയാണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയെ അവരെന്ത് ചെയ്തിരുന്നത്? അവർ ക്ലാസിഫൈ ചെയ്തിരുന്നത്. കൂടാതെ തന്നെ എന്താണ് ഇത് എന്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ ക്ലാസിഫൈ ചെയ്യുന്നത്? അവരുടെ തൊഴിലിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ ടീച്ചേഴ്സ് ആൻഡ് പ്രീസ്റ്റുകൾ ആരായിരുന്നു? ബ്രാഹ്മൺസ് ആയിരുന്നു അല്ലേ? അവർ പുരോഹിതരും കൂടാതെ തന്നെ എന്താണ് അധ്യാപകരെയും നമ്മൾ ബ്രാഹ്മൺസ്, ആ ഒരു തൊഴിൽ നടത്തുന്നവരൊക്കെ ബ്രാഹ്മൺസുകളായിരുന്നു. പിന്നീട് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിട്ട് മന്ത്രിമാരായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, അവരൊക്കെ ഏത് കുലത്തിലാണ്? ക്ഷത്രിയ വർണ്ണത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഫാമേഴ്സ് ആൻഡ് മെർച്ചൻസുകൾ വൈശ്യ അല്ലേ, വ്യാപാരികൾ, കൂടാതെ തന്നെ കൃഷിക്കാരൊക്കെ വൈശ്യരിലും, പിന്നെ ഈ ആർട്ടിസൻസ് ആൻഡ് ലേബേഴ്സിലെ തൊഴിലാളികളും കരകൗശല വിദ്യക്കാരുമായിരുന്നു എന്ത്? ശൂദ്രാസ് എന്ന് പറയുന്നത്. ഒരിക്കലും ആ ഒരു ഈ ഒരു ഋഗ്വേദിക് കാലഘട്ടത്തിൽ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലായിരുന്നു ഈ വർണ്ണയിൽ. എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ഏത് കുലത്തിൽ അല്ലെങ്കിൽ ഏത് വർണ്ണത്തിലായിക്കോട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ഋഗ്വേദിക് സമൂഹത്തിൽ ചെയ്യായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റോറൽ പീപ്പിൾ ആയിരുന്നു. ഈ ഒരു കന്നുകാലികളെ വളർത്തിയായിരുന്നു ആര് ജീവിച്ചിരുന്നത്? ഇവിടുത്തെ ഈ ഋഗ്വേദിക് സൊസൈറ്റി ജീവിച്ചിരുന്നത്, അവിടുത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമി എന്തുപോലെയാണ്? അവരുടെ സമ്പത്ത് വ്യവസ്ഥ കന്നുകാലി അല്ലെങ്കിൽ നാടോടി പരമായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ കുറച്ചൊക്കെ കൃഷി ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഇനി ലേറ്റർ വേദിക് ഏജിലാണ് അവരെന്ത് ഇല്ലാണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാസ്റ്റോറൽ ലൈഫ് വിട്ടിട്ട് അവരെന്തൊക്കെ വരുന്നത്? ജനപദാസിലേക്ക് വരുന്നത്, കുറച്ചുകൂടി ബിഗ് എക്കണോമി ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഋഗ്വേദിക് പീരീഡിൽ മറ്റൊരു വേർഡ് ഉണ്ട്, ഗാവിഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാവിഷ്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർഡൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കന്നുകാലികളുമായിട്ട് അല്ലേ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കന്നുകാലികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കന്നുകാലികളുണ്ട് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു, നാടോടികളായിട്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു ഋഗ്വേദിക് സൊസൈറ്റി ഉണ്ടായിരുന്നത്. ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീജിയൻ ആണ് എന്ത്? ഇന്ദ്ര, അഗ്നി, മതത്തെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ദൈവങ്ങളായിരുന്നു ഇന്ദ്ര, അഗ്നി ആൻഡ് വരുണ എന്ന് പറയുന്നിട്ടാണ്. ഇവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇന്ദ്രയെ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ദ്രയെ എന്തുകൂടി വിളിക്കുന്നുണ്ട്? പുരന്ദ്ര എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഋഗ്വേദിക് ടെക്സ്റ്റിൽ നമുക്ക് പുരന്ദ്ര എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ,
കൂടാതെ തന്നെ എന്താണ് നമ്മൾ ഋഗ്വേദിയിൽ ഒരു ഫോർട്ട് ഡിസ്ട്രോയിഡ് അല്ലെങ്കിൽ കൊട്ടാരം ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ആളായിട്ടാണ് ആരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇന്ദ്രനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കൂടാതെ അവിടെ എന്തുണ്ടായിരുന്നു? ആനിമൽ വർഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ചില ആനിമൽസിനെ അവരെന്ത് ചെയ്തിരുന്നു? വർഷിപ്പ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്നു. ഇനി യജ്ഞാസ് ആൻഡ് സാക്രിഫൈസുകൾ എവിടെ കാണാം? നമുക്ക് ഈ ഋഗ്വേദിക് പീരീഡിൽ കാണാം. ഈ ത്യാഗങ്ങളും കൂടാതെ തന്നെ യജ്ഞങ്ങൾ അല്ലേ? യജ്ഞങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ യജ്ഞങ്ങളൊക്കെ എവിടെ കാണാൻ കഴിയും? ഈ ഋഗ്വേദിക് പീരീഡിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അശ്വമേധം പോലുള്ള യജ്ഞങ്ങളൊക്കെ ഒരു ലൈറ്റ് ഋഗ്വേദിക് പീരീഡിലാണ് വരുന്നതെങ്കിലും ആ യജ്ഞങ്ങൾ എന്താണ്? വലിയ എലാബറേറ്റ് അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള യജ്ഞങ്ങളും ത്യാഗങ്ങളും അല്ലെങ്കിൽ സാക്രിഫൈസുകളും എവിടെ കാണാൻ കഴിയും? നമുക്ക് ഋഗ്വേദിക് പീരീഡിൽ കാണാൻ കഴിയും. കന്നുകാലികളൊക്കെ ബലി സാക്രിഫൈസ് ചെയ്യുമ്പോൾ ബലി നൽകിയിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഇനി എക്കണോമി പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഒരു നൊമഡിക് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയൊന്നും ആർക്കുണ്ടായിട്ടില്ല. ഇവിടെ നമ്മുടെ ഈ ഒരു ഋഗ്വേദിക് പീരീഡിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കാറ്റിൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത്. പിന്നെ കോയിൻസ് ആർ നോട്ട് നോൺസ്, എന്താണ് അവർക്ക് അറിയില്ല അല്ലേ? കോയിൻസ് അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയൊന്നും ഋഗ്വേദിക് പീരീഡിൽ അവർ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. ഇനിയാണ് ഈ ഋഗ്വേദിക് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദിക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് ലൈറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഏകദേശം 1000 BC to 600 BC അടുത്തായിട്ടാണ് എന്ത് വരുന്നത്? ഈ ലൈറ്റർ വേദിക് ഏജ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ലൈറ്റർ വേദിക് ഏജ് എന്ന് പറയുന്നത് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ അവർ സപ്തസിന്ധു താഴ്വരയിലായിരുന്നെങ്കിൽ പിന്നീട് അവരുടെ ഈ ഒരു വേദിക് കൾച്ചറിലുള്ള ജനങ്ങൾ എന്തിലേക്ക് മാറാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി വൈഡ് സ്പ്രെഡ് ആവാൻ തുടങ്ങി, അവരുടെ ഒരു ഭൂമിശാസ്ത്ര വിസ്തൃതി കൂടാൻ തുടങ്ങി. അവർ എങ്ങോട്ട് നോർത്തേൺ ഇന്ത്യയിലേക്ക് അവർ കുടിയേറി പാർക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലൈറ്റർ വേദിക് പീരീഡ് വരുന്നത്. അപ്പോൾ അവരുടെ സമൂഹത്തിലും എല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കൾച്ചർ എന്ത് ചെയ്യുന്നു? അവരുടെ കൾച്ചർ എങ്ങോട്ട്, ഈ ഒരു വേദിക് കൾച്ചർ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? സരസ്വതി റിവറുടെ അല്ലെങ്കിൽ സരസ്വതി ടു ഗംഗേസ് അല്ലെ മധ്യദേശത്തിലേക്ക് മാറുകയാണ് ഉണ്ടാവുന്നത്. സരസ്വതിയിൽ നിന്നും ഗംഗാസ് റിവറിന്റെ ബാങ്ക്സിലേക്ക് അല്ലെങ്കിൽ മധ്യദേശത്തിലേക്ക് അവർ മാറുകയാണ് ഉണ്ടാകുന്നത്. കൂടാതെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനപദാസുകൾ ഒറിജിൻ ചെയ്യുന്നത് ഈ ഒരു ലൈറ്റർ വേദിക് പീരീഡിലാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ജനപദാസുകളാണ് കുരു, പാഞ്ചാല, കാശി, മഗധ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റർ വേദിക് പീരീഡിൽ ഇവരുടെ ഭൂമിശാസ്ത്ര വളർച്ചയും കൂടാതെ തന്നെ പൊളിറ്റിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, സൊസൈറ്റിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, റിലീജിയനിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, സ്റ്റേറ്റ്സിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, ജനപദാസുകൾ വരുന്നു. അതൊക്കെയാണ് ഈ ലൈറ്റർ വേദിക് ഏജിൽ വരുന്നത്. ഈ പൊളിറ്റിയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ലാർജ് കിങ്ഡംസുകൾ എവിടെ വരുന്നു? ഈ ഒരു ലൈറ്റർ വേദിക് പീരീഡിൽ വരികയാണ് ഉണ്ടാകുന്നത്. കൂടാതെ തന്നെ എന്താണ്? രാജാവിന് കുറച്ചുകൂടി വലിയ പവർ വരികയാണ് ഉണ്ടാകുന്നത്. കൂടാതെ എന്താണ്? നമ്മൾ നേരത്തെ ഋഗ്വേദിക് പീരീഡിൽ പുരോഹിതനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ? ആ പുരോഹിതന്റെ പവർ കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ എന്താണ് ഉണ്ടാകുന്നത്? അവർക്ക് ഭാഗദൂത അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ടാക്സസ്, അവർക്ക് കുറച്ചുകൂടി എന്ത് കൊടുക്കുന്നു? അവർക്ക് കുറച്ചുകൂടി വലിയ ഉദ്യോഗങ്ങൾ കിട്ടുകയാണ്. അതാണ് ഭാഗദൂത. അതെന്താണ്? കളക്ടർ ഓഫ് ടാക്സസ് അല്ലെ, നികുതി പിരിക്കുന്ന ആള്. കൂടാതെ തന്നെ എന്താണ്? സൂതസാരഥി, ദ റോയൽ ഹെഡ് അല്ലെ, റോയൽ ചാരിയോട്ടുകൾ നടത്താൻ, അല്ലെങ്കിൽ ചാരിയോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? രഥങ്ങൾ അല്ലെ, ആ രഥങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആളാണ് സാരഥി അല്ലെങ്കിൽ സൂത്ത എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരായി. കൂടാതെ തന്നെ എന്താണ്? കാസ്ട്രി, പിന്നെ അക്ഷവാപ്പ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കൊറിയർ സംവിധാനം അല്ലെങ്കിൽ കൊറിയർ നടത്തുന്ന ആള്. ഇതൊക്കെ ആരുടെ പണിയായിരുന്നു അല്ലെങ്കിൽ ആരുടെ ഉദ്യോഗങ്ങളായിരുന്നു? ഇതൊക്കെ പുരോഹിതന്മാരായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് പുരോഹിതർക്ക് കുറച്ചുകൂടി വലിയൊരു, അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന് കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് എന്ത് പോകുന്നു? അവരുടെ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു എന്ത് പോകുകയാണ്? അവരുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ സൊസൈറ്റിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പിന്നീട് ആരായിട്ട് മാറുന്നു? പുരോഹിതരായിട്ട് മാറുകയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ
സേനാനി ആൻഡ് ഗ്രാമിണി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരുടെ ആ ഒരു പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സേനാനി ആൻഡ് ഗ്രാമിണി. പക്ഷേ വിധാത എന്ന് പറഞ്ഞു അല്ലേ, വിധാത നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് അസംബ്ലീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, സഭാസമിതി, വിധാത, ഗണ എന്ന് പറയണ്ട. അതിൽ വിധാത എന്ത് ചെയ്യുന്നു, ഈ ലേറ്റർ വേദിക് ഏജ് ആകുമ്പോഴത്തേനും അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുണ്ട്, സേനാനി ഗ്രാമിണി എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡുകളൊക്കെ ഈ ലേറ്റർ വേദിക് ഏജിലും ആ ഒരു പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ വിധാത ഈ ഒരു ലേറ്റർ വേദിക് ഏജ് ആകുമ്പോൾ കാണാൻ അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമാവുകയാണ്. പിന്നെ യജ്ഞാസുകൾ, നമ്മൾ നേരത്തെ ഋഗ്വേദിക് പീരീഡിൽ പറഞ്ഞു യജ്ഞാസുകളും സാക്രിഫൈസുകളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ യജ്ഞാസ് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടുള്ള സെറമോണീസ് ആയിട്ട് മാറുകയുണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ എന്താണ്, ഈ ആര്യൻസുകൾ അവരുടെ ആ ഒരു പവർ ഈസ്റ്റിലേക്കും സൗത്തിലേക്കും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ സ്പ്രെഡ് ചെയ്യിക്കാൻ തുടങ്ങുകയും അവരുടെ തദ്ദേശീയരെ അവർ വിളിക്കുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ അവർ ദാസ്യു ആൻഡ് ദാസൻസ് എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ വേദിക് ലിറ്ററേച്ചറിൽ ദാസൻ, ദാസ്യുക്കൾ എന്നുള്ള ഒരു വേർഡ് കാണാൻ കഴിയും. അത് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരെ ഈ ആര്യൻസ് വിളിക്കുന്നതാണ്. അപ്പോൾ ഇവരാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമ്മളുടെ ഈ ഒരു എന്താണ് സാമൂഹ്യ വ്യവസ്ഥയിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ശൂദ്രരായിട്ട് ഈ ദാസ്യദാസുക്കൾ ആയിട്ട് മാറുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു നോൺ ആര്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ശൂദ്രാസ് എന്ന് ഈ കാലഘട്ടത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് തരത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു, അനലോമ ആൻഡ് പ്രതിലോമ എന്ന് പറയുന്നത്. അനലോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരൻ അവർ വലിയൊരു കാസ്റ്റിലുള്ള ആൾക്ക് ചെറിയൊരു കാസ്റ്റിലുള്ള വധുവിനെ കല്യാണം കഴിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് അനലോമ എന്ന് പറയുന്നത്. പ്രതിലോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അനലോമയുടെ ഒരു റിവൈസ് ആണ്, എന്താണ്, വലിയ കാസ്റ്റിലുള്ള വധു ചെറിയ കാസ്റ്റിലുള്ള വരനെ കല്യാണം കഴിക്കുന്നതിനെയാണ് പ്രതിലോമ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മതത്തിലെ അല്ലെങ്കിൽ അവരുടെ ദൈവാരാധനയിലെ വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ദ്രനും അഗ്നിക്കുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ലേറ്റർ വേദിക് ഏജ് ആകുമ്പോൾ ഇല്ലാണ്ടാകുകയും ആ ഒരു സ്ഥാനത്ത് എന്ത് വരും, ആര് വരുന്നു, പ്രജാപതി വരികയാണ്. അല്ലെങ്കിൽ പ്രജാപതി വരുന്നു, യൂണിവേഴ്സ് എന്താണ് ബ്രഹ്മ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മാവ് എന്ന് പറയില്ല. അപ്പോൾ ഈ പ്രജാപതി എന്തായിട്ട് മാറുന്നു, പ്രപഞ്ചത്തിൻ്റെ ദൈവനായിട്ട് മാറുന്നു. ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും എന്ത് പോകുന്നു, ഇമ്പോർട്ടൻ്റ് ലേറ്റർ വേദിക് ഏജ് ആകുമ്പോൾ പോകുന്നു. കൂടാതെ തന്നെ വിഷ്ണുവും രുദ്രയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ പ്രൊമിനൻ്റ് ഗോഡ്സ് ആയിട്ട് വരുന്നു. കൂടാതെ തന്നെ ശിവൻ മഹേഷ അല്ലെങ്കിൽ ശിവൻ ആൻഡ് മഹേഷ, ഇവർ അല്ലെങ്കിൽ ശിവൻ തന്നെയാണ് മഹേഷ. അവിടെ ശിവൻ എന്തായിട്ട് മാറുന്നു, ഒരു പ്രൊമിനൻ്റ് ഗോഡായിട്ട് മാറുന്നു. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, ഈ അഗ്നിയുടെയും കൂടാതെ തന്നെ ഇന്ദ്രൻ്റെയും ഈ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മ അല്ലെങ്കിൽ പ്രജാപതി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കാലഘട്ടത്തിൽ പുഷന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ് ഉണ്ടായിരുന്നു, ഏത് ഋഗ്വേദിക് പീരീഡിൽ. ആ ഒരു കാലഘട്ടത്തിൽ അത് ആരുടെ എന്തിൻ്റെ ദൈവമായിരുന്നു, ഈ കാറ്റിൽസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നാടോടി അല്ലെങ്കിൽ അവരെന്തായിരുന്നു ഈ ഋഗ്വേദിക് പീരീഡിൽ ഇവരെങ്ങനെയായിരുന്നു, നാടോടികളായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. കൂടാതെ തന്നെ പശുക്കളെയും അല്ലെങ്കിൽ കന്നുകാലികളെയും വലിയ രീതിയിൽ അവരുടെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കാറ്റിൽസിൻ്റെ ഗോഡായിരുന്നു എന്ത്, പുഷാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പിന്നീട് ലേറ്റർ വേദിക് ഏജ് ആയി മാറുമ്പോൾ ശുദ്രാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോഡായിട്ട് ആര് വരുന്നു, പുഷാന വരികയാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വലിയ തരത്തിലുള്ള സാക്രിഫൈസുകൾ, ബലികൾ, യജ്ഞാസുകൾ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഋഗ്വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ലേറ്റർ വേദിക് ആകുമ്പോൾ അത് കുറച്ചും കൂടി എലാബറേറ്റ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എക്സാമ്പിളാണ്, സാക്രിഫൈസുകളാണ്. ഒന്ന് ലഘുയജ്ഞാസും മഹായജ്ഞാസും എന്ന് പറയുന്നത്. ഇവിടെ ലഘുയജ്ഞാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൈവറ്റ് സാക്രിഫൈസുകളാണ്. ഇപ്പോൾ വീടിന് വേണ്ടിയിട്ട്, വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ലഘുയജ്ഞാസുകൾ ഉണ്ടാവുക. എന്നാൽ മഹായജ്ഞാസുകൾ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സമൃദ്ധിക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ടാണ് മഹായജ്ഞാസ് ഉണ്ടാവുക. നിങ്ങൾ അശ്വമേധം എന്ന് കേട്ടിട്ടുണ്ടോ? അശ്വമേധം ഒരു യജ്ഞമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മഹായജ്ഞാസിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ ഈ ഒരു ലേറ്റർ വേദിക് ഏജ് എന്ന് പറയുന്നു. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ മെറ്റൽസുകൾ കണ്ടെത്തുകയും കൂടാതെ കോപ്പറും അയണൊക്കെ ഈ ഒരു കാലഘട്ടത്താണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഋഗ്വേദിക് പീരീഡാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, പിന്നീട് നമ്മുടെ മഹാജനപദാസിലെ സ്റ്റേറ്റ്സുകളായിട്ട് മാറുന്നത്. ഋഗ്വേദിക് പീരീഡിലെ
ചെറിയ ചെറിയ സ്റ്റേറ്റ്സുകൾ മഹാജനപദാസിലെ വലിയ വലിയ സ്റ്റേറ്റ്സുകളായിട്ട് മാറുന്നു, മഗധ പ്രൊമിനൻ്റ് ആയിട്ട് മാറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ഋഗ്വേദിക് പീരീഡും ലേറ്റർ ഋഗ്വേദിക് പീരീഡും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഋഗ്വേദയും ലേറ്റർ ഋഗ്വേദിക് പീരീഡും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മഹാജനപദാസാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.